തൃശൂർ കൊടകരയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ ഡിവൈഡറിൽ ഇടിച്ച് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് സ്വകാര്യ ബസ്സിൽ രേഖകളില്ലാതെ കടത്തിയിരുന്ന 6,80,000 രൂപയുമായി യുവാവ് പിടിയിൽ. കുമ്പടാജ് സ്വദേശി മണിപ്രശാന്താണ് അറസ്റ്റിലായത്. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് കുഴൽപ്പണം പിടിച്ചത്. തൃശൂർ അഴീക്കോട് ക്രിസ്മസ് നവവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി കടലിൽ സംയുക്ത പരിശോധന നടത്തി. പരിശോധന തീരസുരക്ഷ ഉറപ്പാക്കാനും കടൽ വഴിയുള്ള മദ്യമയക്കുമരുന്ന് കടത്ത് തടയാനുമായി. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ എല്ലാ മത്സ്യബന്ധന യാനങ്ങളും പരിശോധിച്ചു. തിരുവനന്തപുരം ആര്യനാട് കുടുംബശ്രീ CDSനെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾക്കെതിരെ ധർണയും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു. നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രീജ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചന്ദ്രാപിന്നി മർവ ഹോട്ടലിൽ നിന്ന് കളഞ്ഞുകിട്ടിയ സ്വർണമാല ഉടമയ്ക്ക് തിരികെ നൽകി ഹോട്ടൽ ഉടമകൾ. പട്ടാമ്പി സ്വദേശി ജുവേരിയയുടേതായിരുന്നു നഷ്ടപ്പെട്ട 1 പവന്റെ മാല. ഉടമയെ കണ്ടെത്തിയത് സോഷ്യൽ മീഡിയ വഴി സന്ദേശം പ്രചരിപ്പിച്ചതോടെ. തൃശൂർ അഴീക്കോട് മുസിരീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ 20 ആരംഭിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. മന്ത്രി PM മുഹമ്മദ് റിയാസ് ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം നിർവഹിക്കും. 12 ദിവസം നീണ്ടു നിൽക്കുന്ന തീരദേശ മഹോത്സവം 31-ന് സമാപിക്കും. തൃശൂർ നാട്ടിക CPIM ഏരിയ സമ്മേളനത്തിന് കയ്പമംഗലത്ത് തുടക്കം. സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് പതാക ഉയർത്തി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് മൂഴി ടിപ്പു കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ന്യൂനപക്ഷാവകാശ ദിനവും അറബി ഭാഷാ ദിനാചരണവും സംഘടിപ്പിച്ചു. പനവൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ആറ്റിങ്ങൽ ഷമീം അമാമി ഉദ്ഘാടനം ചെയ്തു.